വടകരയിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും. ഇത്തവണ എന്തായാലും തുല്യ ശക്തികൾ തമ്മിൽ തന്നെയാണ് മത്സരം. സിറ്റിംഗ് എം പി ആയ കെ മുരളീധരനും മട്ടന്നൂർ MLA ആയ KK ശൈലജയും തമ്മിലാണ് തീവാർന്ന പോരാട്ടം. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും ആദ്യ റോഡ് ഷോയിൽ തന്നെ 100 കണക്കിന് ആളുകൾ അണിനിരുന്നതും LDFിൻ്റെ ആത്മവിശ്വാസം കൂട്ടി. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള സ്നേഹം ശൈലജ ടീച്ചറിന് ഇപ്പോഴും ഉണ്ട്. അത് വോട്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഞാനിതുവരെ നേരിട്ടിട്ടുള്ളത് കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരനും. കഴിഞ്ഞ 3 ഇലക്ഷനുകളിൽ, അതായത് 2009, 2014, 2019 UDF ജയിച്ചു പോരുന്ന മണ്ഡലമാണ് വടകര. എന്നാൽ അതിനു മുന്നേയുള്ള 4 ഇലക്ഷനിൽ, അതായത് 96, 98, 99, 2004 CPM തന്നെയാണ് വടകരയിൽ ജയിച്ചിട്ടുള്ളത്. കെ മുരളീധരന് മുന്നേ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു 2 തവണയും വടകരയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. 2014 മുല്ലപ്പള്ളി 3306 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കെ മുരളീധരൻ അത് 84,663 ഭൂരിപക്ഷം വോട്ട് വരെ നേടിയിരുന്നു. എന്നാൽ KK ശൈലജയാകട്ടെ 2021 അസംബ്ലി ഇലക്ഷനിൽ മട്ടന്നൂരിൽ നിന്ന് 60,603 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ സാധിച്ചത്. ഈ കാണുന്നതാണ് 3 പാർട്ടികളുടെയും 1999 ഇലക്ഷൻ തൊട്ടുള്ള വോട്ട് ഷെയറുകൾ. BJPക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല വടകര. BJPക്ക് ആവറേജ് 7% മാത്രമാണ് ഇവിടെ വോട്ട് ഷെയർ ഉള്ളത്. കഴിഞ്ഞ 3 ഇലക്ഷനായിട്ടും CPIMൻ്റെ വോട്ട് ഷെയർ 42-ൽ നിന്നും ഉയർന്നിട്ടില്ല. എന്നാൽ ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് LDF. കെ മുരളീധരൻ 2016 വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കുകയും 2019 ലോക്സഭാ ഇലക്ഷനായപ്പോൾ അദ്ദേഹം വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് 2021 അദ്ദേഹം നേമം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ് വടകരയിലുള്ളത്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നടപ്പുറം, കൊയിലാണ്ടി, പേരാമ്പ്ര. ഈ 7 നിയോജക മണ്ഡലങ്ങളിലും 6 എണ്ണത്തിൽ LDF തന്നെയാണ് 2021 ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കെ മുരളീധരന് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് കരുതാൻ കഴിയില്ല.